ചില വേദനിക്കുന്ന ഗുരുക്കന്മാരും അതോടൊപ്പം തന്നെ വേദനിക്കുന്ന ഒരു കുറിപ്പും കാണാനിടയായി. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഉപദേശ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും തന്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുകയും തങ്ങളുടെ ഒരിഷ്ടം സാധ്യമാകുന്നതിന് ഒരുപാട് ചിന്തകളും ജ്ഞാനസാര സംസാരാനുഭൂതി ആളുകളിൽ ഉണ്ടാകത്തക്ക നിലയിൽ വിഭൂതി സൃഷ്ടിച്ച 2-3 ഗുരുക്കന്മാരെ കേരളം ഓർക്കേണ്ടതുണ്ട്. അതിലൊരു ഗുരു നമ്മുടെ ചിദാനന്ദപുരി എന്ന് പറയുന്ന ഗുരുവാണ്. അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വീണ്ടും ഇടതുമുന്നണി തന്നെ വരണമെന്നും അതോടുകൂടി കോൺഗ്രസ് ഇല്ലാതാവുമെന്നും അതുകൊണ്ട് അതിനുശേഷം വരാൻ പോകുന്ന ഇടതുമുന്നണിയുടെ ഒരു പ്രതിപക്ഷമായി അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നമായ സംസാര സായുജ്യം അടഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് കണ്ണടച്ച് കണ്ട് കേരളത്തിൽ ഒന്ന് വന്നു കാണാൻ ആഗ്രഹിക്കുന്ന ബഹുമാന്യനായ ചിദാനന്ദപുരി അദ്ദേഹമാണ് അതിലൊരാൾ. രണ്ടാമത്തെ ആൾ നമ്മുടെ ശ്വാസം പിടുത്ത മോഹൻദാസ് ജിയാണ്. ടി ജി മോഹൻദാസ് ജി ഈ നിലവിലുള്ള BJP-ക്കാരെ പോലും ഇഷ്ടപ്പെടാത്തവണ്ണം കുറച്ചുകൂടി ലഹരി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിക്ക് വീര്യം പോരാ എന്ന് പറഞ്ഞ് അതിൽ പരാമർ കൂടി ഒഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മോഹൻദാസ് സാർ. അദ്ദേഹവും ഇതുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം പല വേദികളിൽ തുറന്നു പറയുകയും ചെയ്തു. മൂന്നാമത് ഈ ജ്ഞാന സംസാരാനുഭൂതി സാഗരത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഒരാൾ നമ്മുടെ ഗുരുവര്യൻ സെൻകുമാർ ജിയാണ്. സെൻ ഗുരുക്കന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും സെൻകുമാർ കുരുക്കൻ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഗുരുക്കനുമായ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഒരുപാട് ഉപദേശങ്ങൾ, എങ്ങനെ വോട്ട് ചെയ്യണം, പറവൂരിലെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണം, ഹിന്ദു വിരോധികളൊക്കെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതിന് വളരെ വിശദമായി ക്ലാസ് എടുത്ത ഒരു മഹാജ്ഞാനി അവറുകളാണ്. ഈ 3 അജ്ഞാനി അവറുകളെയും അവർ ജീവിച്ചിരിക്കെ കൺതുറന്നിരിക്കെയാണ് കേരളം ഒറ്റക്കെട്ടായി കട്ടക്രോസ് കേരള ജാതി മത വ്യത്യാസമന്യേ അവരുടെ തികഞ്ഞ രാഷ്ട്രീയ ബോധത്തോടെ വോട്ട് ചെയ്തത്. ആ വോട്ടാണ് കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞത്. ഏതായാലും അതിനെ സംബന്ധിച്ച് ഈ ജ്ഞാനികളെ ഓർത്തുകൊണ്ട് മറ്റൊരു നിരാശക്കാരൻ്റെ കുറിപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയ BJP-ക്കാരെ, നിങ്ങൾ മുനമ്പം സമരം എന്തിനാണ് നടത്തിയത്? ആ വഖഫ് ബിൽ എന്തിനാണ് പാസ്സാക്കിയത്? വൈപ്പിനിൽ കോൺഗ്രസ്സുകാരനായ ടോണി ചമ്മണി 15,648 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. NDAയിലെ അനിത തോമസിന് വെറും 13,637 വോട്ടാണ് കിട്ടിയത്. എന്നാൽ CPMലെ അഡ്വക്കേറ്റ് MB ഷൈനിക്ക് 50,464 വോട്ടുകൾ കിട്ടി. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നിയോജകമണ്ഡലത്തിലെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു തീരപ്രദേശ ഗ്രാമമാണ് വൈപ്പിൻ. വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ഏകദേശം 600ഓളം കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടുന്ന വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് നിയമസഭയിൽ പ്രമേയം പാസാക്കി. എന്നാൽ ഈ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിന്നത് BJP മാത്രമാണെന്ന് ഓർക്കണം. അവരാണ് പ്രധാനമന്ത്രിയെ കണ്ട് പാർലമെൻറ്റിൽ വഖഫ് നിയമത്തിൽ മാറ്റം വരുത്തി അവരുടെ ഭൂമിയുടെ അവകാശം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തിയത്. എന്നിട്ടോ കിടപ്പാടത്തേക്കാൾ മുകളിലാണ് മതം. അപ്പോൾ ആര് ജയിച്ചു? അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുത്താൻ പരിശ്രമിച്ചവർ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഒന്ന് കണ്ടറിയുന്നു, രണ്ടിൻ്റെയും ബലാബലം. സത്യം പറയട്ടെ, നിങ്ങൾ ഈ മുനമ്പംകാർക്ക് വേണ്ടി ചെയ്തതിൻ്റെ ലക്ഷത്തിലൊരംശം മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ കുറഞ്ഞത് 25 MLA-മാരെങ്കിലും ഇന്ന് കേരള നിയമസഭയിൽ കണ്ടേനെ. സത്യം, അവർ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ്. അവരെ സഹായിച്ചാൽ അവർ നമ്മളെ തിരിച്ച് സഹായിക്കും. ഇനി എവനെങ്കിലും കേക്കുമായി നിരങ്ങാനോ തെണ്ടാനോ പോയി എന്നറിഞ്ഞാൽ അപ്പോൾ കുളിക്കണം. ആ പോയവനെ കണ്ടാൽ കാർക്കിച്ച് തുപ്പണം. കണ്ടുപടിക്ക് VD സതീശൻ രഹസ്യമായ അച്ഛന്മാരെ കാണാൻ പോയത്. എടോ BJP-ക്കാരെ, നീയൊക്കെ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും ഇവർ നിങ്ങൾ കൂട്ടിയില്ല. കാരണം ഈ RSS ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് കേരളത്തെ മറ്റൊരു മിസോറാമാക്കി മാറ്റാൻ സാധിക്കാത്തത്. അവസാനമായി ദയവ് ചെയ്ത് ഇവരുടെ മറ്റേത് താങ്ങാൻ പോകരുത്. ഇവരൊന്നുമില്ലെങ്കിലും മോദി രാജ്യം ഭരിക്കും. 14-ൽ കാണുന്നു, 19-ലും 24-ലും നാം കണ്ടു, 29-ലും നമ്മൾ ഭരിക്കും. ഇവരുടെയൊക്കെ സഹായമില്ലാതെ തന്നെ. ഭാസ്കരൻ നായർ, അജയൻ. ഒരാളിൻ്റെ ചിന്തയിൽ തോന്നിയ സംഗതികളാണ്. അറിവുകേടും ആർത്തിയും പകയും ദുരയും എല്ലാം കൂടി മൂത്തപ്പോൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നതെല്ലാം പറഞ്ഞു പോകുന്നതാണ്. ഇതിൽ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ സ്നേഹമെല്ലാം ഈ ആളുകളോട് കാണിച്ചത്. എൻ്റെ ഭാസ്കരൻ നായരാണോ അജയൻ നായരെന്നാണോ വിളിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അതിലേത് നായരായാലും എൻ്റെ നായരെ എന്ന് ഞാൻ വിളിക്കാം. എൻ്റെ നായരെ, താങ്കൾ ഈ എഴുതിയിരിക്കുന്നത് മുഴുവൻ
കളവുകളും അബദ്ധങ്ങളും ഒക്കെയാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ആഹാരം കൊടുക്കാൻ വരുന്നവനോട് നന്ദി കാണിക്കണം, അത് അത്യാവശ്യമാണ്. പക്ഷേ ആ ആഹാരം കൊടുക്കാൻ വരുന്നവൻ്റെ ലക്ഷ്യം ആത്യന്തികമായി ഈ കഴുത്തറുത്ത് കളയലാണ് എങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? ആഹാരം കൊടുക്കുന്നതിനോട് നന്ദി കാണിക്കാം, പക്ഷേ കഴുത്തറുക്കാനാണ് വരുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അവർ ആ ആഹാരം ചിലപ്പോൾ ഗതികേട് കൊണ്ട് സ്വീകരിക്കുകയോ വാങ്ങി വെക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിലും അതുകൊണ്ട് ആരെങ്കിലും കഴുത്തുകൊണ്ട് എന്ന് വെച്ചു കൊടുക്കുമോ ഭാസ്കരൻ നായരെ? അല്ല എൻ്റെ നായരെ. എന്താ ഉണ്ടായിരുന്നത്? മുനമ്പത്ത് എന്തിനാ സമരം നടന്നത്? അതാണ്ട് പുതിയ പ്രശ്നമായിരുന്നോ നായരെ? വർഷങ്ങളായുള്ള പ്രശ്നമല്ലേ? 10-25 വർഷമായി നടക്കുന്ന പ്രശ്നം വളരെ പെട്ടെന്ന് അവിടെ ഒരു മണം കേട്ടപ്പോൾ എന്നാൽ ഓടിച്ചെന്ന് അത് കത്തിച്ച് വലുതാക്കി കുളവാക്കി കുഴിയാക്കി ഗർത്തമാക്കി എങ്ങനെയെങ്കിലും ഈ രണ്ട് വിഭാഗത്തിൽ ഒന്നിനെ തെറ്റിച്ച് നമുക്കൊപ്പം കൂട്ടാം എന്ന് കരുതി നടത്തിയൊരു ശ്രമം മാത്രമല്ലേ? അല്ലാതെ എന്താ ഉള്ളത്? എങ്ങനെയാണ് കുറുക്കനുമായി കരാറുണ്ടാക്കിയിരിക്കുന്നവർ കോഴിയെ സംരക്ഷിക്കുന്നത്? കുറുക്കന് കോഴിയെ വേണം, അപ്പോൾ പിന്നെ കുറുക്കനുമായി കരാറുണ്ടാക്കി നിൽക്കുന്നവർക്ക് കോഴിയെ സംരക്ഷിക്കാൻ പറ്റുമോ? അത് പറ്റില്ലെന്ന് ക്രൈസ്തവ സഹോദരന്മാർ നല്ല വൃത്തിക്ക് തിരിച്ചറിഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? പ്രധാനമന്ത്രിയെ കണ്ട് വഖഫ് നിയമത്തിൽ മാറ്റം വരുത്തി. എന്തോ മാറ്റമാണ് വരുത്തിയത്? വഖഫ് നിയമം കൊണ്ടുവന്നത് മുനമ്പം പരിഹരിക്കാനും ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനുമാണെന്ന് പറഞ്ഞപ്പോൾ ആരോ കുറച്ച് പേരൊക്കെ ഈ PC ജോർജും മോനും ഒക്കെ പറയുന്നത് കേട്ട് വിശ്വസിച്ചു എന്നല്ലാതെ ക്രൈസ്തവ മതവിശ്വാസികൾക്കറിയില്ലേ എന്തിനാണിത് കൊണ്ടുവന്നതെന്ന്. പിന്നീട് FCRA ബില്ല് കൊണ്ടുവന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലായി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ഇനി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്രിസ്ത്യൻ ചർച്ച് ബില്ലെന്നും പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരും. ഭാസ്കരൻ നായർക്ക് ഈ പറഞ്ഞതുപോലെ ബുദ്ധി അതിൻ്റെ ഒറിജിനൽ ശിരാകേന്ദ്രത്തിനപ്പുറത്ത് എവിടെയോ ആയതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കുന്നതല്ലാതെ ഇതിനപ്പുറത്ത് എന്താ അർത്ഥമാണ് ഉള്ളത്? എന്നിട്ട് അവിടെ വല്ലതും പരിഹരിച്ചോ? അവർക്കെല്ലാം പ്രമാണം കിട്ടിയോ? അവരെ അവിടെ നിന്ന് ആരെങ്കിലും ഇറക്കി വിട്ടോ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അവർ വിചാരിച്ച് കാണും ഈ ഒരു 3-4 മാസം ഒരു പണിയില്ലാതെ നാട്ടിലെങ്ങും പ്രസംഗിക്കാൻ കഴിയാത്തവരെല്ലാം കൂടെ വന്ന് പ്രസംഗിച്ച് അവിടെ കുളവാക്കി ചളവാക്കിയതല്ലാതെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് മുഴുവൻ ഉന്മൂലനം ചെയ്യാനാണ് ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് അവർ രാഷ്ട്രീയ പ്രബുദ്ധതയോടെ വോട്ട് ചെയ്തു. അതിന് കരയുന്നത് എന്തിനാ? നിങ്ങളെന്താ വിചാരിച്ചത്? അങ്ങനെ വന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും കൂടി വോട്ട് ചെയ്യുമെന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഗുരുക്കന്മാരുടെ ആ ഉപദേശവും ഈ കുറുപ്പിൻ്റെ ദുഃഖവും എല്ലാം കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധതയുടെ ജനാധിപത്യ ബോധത്തിൽ ഒലിച്ചുപോയി എന്നതാണ് സത്യം.